പുലർച്ചെ എനിക്ക് ഉറക്കം ഞെട്ടി. അതിനുശേഷം എന്തോ ഉറങ്ങാൻ പറ്റിയില്ല. ചില ദിവസങ്ങളിലാണെങ്കിൽ പുലർച്ചയ്ക്ക് ഉറക്കം ഞെട്ടിയാലും സൂര്യൻ ഉദിക്കുന്നവരെ കിടന്നുറങ്ങാൻ പറ്റാറുണ്ട്. പക്ഷേ ഇന്നെന്തോ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചുണർത്തി. ഞാൻ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോവാമെന്ന്. പക്ഷേ വെളിച്ചമില്ലല്ലോ. അങ്ങനെ സൂര്യൻ ഉദിക്കുന്നത് വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് വഴി അണങ്കൂർ എത്തിയപ്പോൾ അവിടുന്ന് ഒരു കട്ട് റോഡ് എടുത്തിട്ട് തുരുത്തിന്ന് ചെങ്കള പോകുന്ന റൂട്ട് സെലക്ട് ചെയ്തു. ഇത് കണ്ട് ഒരു തോണി നിർത്തിയിട്ടിരിക്കുന്ന പച്ചപ്പിൻ്റെ ഇടയിൽ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുണ്ട്. തുരുത്തിയിൽ ഈ ഭാഗം ചന്ദ്രഗിരി പുഴ ഒഴുകി പോകുന്നുണ്ട്, അതിൻ്റെ ഒരു പോർഷൻ. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഇവിടെ പുഴ കാണാനായിട്ട് വന്നു. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ എടുത്തതല്ല, 1-2 മാസം മുൻപേ എടുത്തതാണ്. അതുകൊണ്ടാണ് ഇത്രയും പച്ചപ്പ്. പിന്നെ പ്രത്യേകിച്ചൊരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ ചെറിയൊരു ഡ്രൈവ് ആയതുകൊണ്ട് അത് ചാനലിൽ ഇടാനായിട്ട് എടുത്തതുമല്ല. പിന്നെ ഇപ്പോൾ ആ വീഡിയോസ് ഒന്ന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് ജോയിൻ ചെയ്തേക്ക്, ചാനലിൽ ഇട്ടാൽ കൊള്ളാമെന്നുള്ളത് തോന്നിയതുകൊണ്ടാണ് ഞാനിതിടുന്നത്. നോക്കിക്കേ, എത്ര മനോഹരമായിട്ടുണ്ട് പുഴയും ആകാശമൊക്കെ കാണാൻ. നമ്മളെപ്പോഴും ഈ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി അറിയപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ തൊട്ടടുത്ത് ഉൾഭാഗത്തൂടെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും നല്ല ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത്. തൊട്ടടുത്താണെങ്കിലും ഉൾഭാഗത്തായതുകൊണ്ട് നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തവുമായിരിക്കും അവരുടെയൊക്കെ ജീവിത രീതി. എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിൽ അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സെലക്ട് ചെയ്യാനാണ് ഞങ്ങൾക്ക് കൂടുതലും താല്പര്യം. ആ കാണുന്നതാണ് പെരുമ്പള കടവത്ത് ബ്രിഡ്ജ്. ഈ പരിസരം ഒന്ന് മാപ്പിലിട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ചേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാത്ത ഈ ഡ്രൈവ് ചേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജ് ലക്ഷ്യമിട്ട് നീങ്ങുകയാണ്. അപ്പോൾ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴി ഈ ഭാഗമാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. വളഞ്ഞു പോകുന്ന റോഡുകളും 2 വശത്തുമായിട്ട് പച്ചപ്പും കുറേ തെങ്ങും തോപ്പും പിന്നെ കവുങ്ങുകളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായിട്ടുണ്ട്. വണ്ടിയൊന്ന് ഒതുക്കി നിർത്തിയിട്ട് നമ്മൾ കാഴ്ച കാണാനായിട്ട് പുറത്തു വന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പറ്റുമ്പോഴൊക്കെ നമ്മളൊന്ന് വണ്ടിയൊന്ന് സൈഡാക്കിയിട്ട് ഇറങ്ങിയിട്ട് ആ കാഴ്ച മൊത്തം ആസ്വദിക്കാൻ ശ്രമിക്കുക. പലപ്പോഴും പറ്റാറില്ല, എന്നാലും മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ചേരൂർ ഹാങ്ങിങ് ബ്രിഡ്ജിലെത്തി. ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ പകുതി വരെ നടന്നു നോക്കി. 2 സൈഡും പുഴയായിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഡെസ്റ്റിനേഷനൊന്നും ഇല്ലാതെ വന്ന ഡ്രൈവ് അങ്ങനെ അവസാനം ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഇതൊരു കൊച്ചു ഡ്രൈവിൻ്റെ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.